സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യഫല സൂചനകൾ എത്തുമ്പോൾ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിക്ക് തിരിച്ചടി. ആദ്യഫല സൂചനകൾ പുറത്തുവന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്കാണ് മുന്നേറ്റം. ഒരു മണ്ഡലത്തിൽ ബി.ജെ.പിയും ഒരു മണ്ഡലത്തിൽ ജെ.ഡി.യുവും മുന്നിട്ട് നിൽക്കുന്നു. ബീഹാർ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങളിലായിട്ടാണ് 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച്, റണാഗഡ് ദക്ഷിൺ, ബാഗ്ദ, മണിക്താല, ഹിമാചൽ പ്രദേശിലെ ഡഹ്റ, ഹാമിർപൂർ, നലഗഡ്, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗളൂരു, പഞ്ചാബിലെ ജലന്ധർ, വെസ്റ്റ് ബീഹാറിലെ രൂപൌലി, തമിഴ്നാട്ടിലെ വിക്രവണ്ടി, മധ്യപ്രദേശിലെ അമർവാര മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച്, ബാഗ്ദ, മണിക്താല, റണഗഡ് ദക്ഷിൺ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും, ഹിമാചൽ പ്രദേശിലെ ഡഹ്റ, ഹാമിർപൂർ, നലഗഡ് മണ്ഡലങ്ങളിലും ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗളൂരു മണ്ഡലങ്ങളിൽ കോൺഗ്രസും, പഞ്ചാബിലെ ജലന്ധറിൽ ആം ആദ്മി പാർട്ടിയുമാണ് ലീഡ് ചെയ്യുന്നത്. തമിഴ്നാട് വിക്രവണ്ടിയിൽ DMKയും മുന്നിട്ട് നിൽക്കുന്നു. വെസ്റ്റ് ബീഹാറിലെ രൂപൌലിയിൽ ജെ.ഡി.യുവും മധ്യപ്രദേശിലെ അമർവാരയിൽ ബി.ജെ.പിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെ MLA-മാർ രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതിൽ ഉത്തരാഖണ്ഡിലെ മംഗളൂർ മണ്ഡലത്തിലെ MLA ആയിരുന്നു BSP നേതാവ് സൗവന്ത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിലെ MLA ആയിരുന്നു N. പുഴേന്തിയുടെ നിര്യാണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജെ.ഡി.യു MLA ആയിരുന്ന ഭീമഭാരതി രാജിവെച്ച് RJD-യിൽ ചേർന്നതിനെ തുടർന്നാണ് ബീഹാറിലെ രൂപൌലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. 7 സംസ്ഥാനങ്ങളിൽ 4 ഇന്ത്യ മുന്നണി ഭരണകക്ഷിയും 3 സംസ്ഥാനങ്ങളിൽ NDA മുന്നണിയുമാണ് നിലവിൽ അധികാരത്തിലുള്ളത്.